ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പച്ചി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസത്തേക്കൊക്കെ ആയിരിക്കും നമ്മൾ നാട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ പോകാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണും. എന്താണെങ്കിലും ഇന്ന് നമ്മൾ നേരെ അപ്പച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് കേട്ടോ അപ്പച്ചിയുടെ വീട്. അവിടെ ചെന്നപ്പോൾ തന്നെ അപ്പച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഒരു സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റൊരു ഓട്ടോ ആണ് ഇങ്ങോട്ടേക്ക്. വീടിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വണ്ടി ഒന്നും പിടിച്ചു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞത് എന്താ ബൂസ്റ്റും അതിനൊക്കെ തന്നെ ചായയും പിന്നെ ഇതാ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള പൊതിക്കേക്കൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിതാ കുറച്ച് നേരം ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കൂടെ കാണാനാണ് വരുന്നതെങ്കിലും ഇതാ ചേച്ചിയെ മിസ്സായി. ചേച്ചിയെയും അവന്തൂനെയും അർജുനെയും എല്ലാം വീഡിയോ കോളാണ് കേട്ടോ വിളിച്ച് കണ്ടത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത വരവിനല്ല ഇവരെയൊക്കെ കാണാൻ പറ്റും. 3 നാളും കൂടെ എവിടെയോ ഫുഡ് അടിക്കാൻ പോയാൽ പോകാൻ കേട്ടോ. ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ. ഞാൻ പണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഓടി വരുന്നൊരു വീടായിരുന്നു കേട്ടോ അപ്പച്ചിയുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കാൻ എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമല്ലോ, ഇതാണ് അപ്പച്ചി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ചേച്ചി. ചേച്ചിയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോയ്ക്ക് മുന്നിൽ വന്നത് കേട്ടോ. ശരിക്കും ഇത്തവണത്തെ വരവിലെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹമായിരുന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഗീതം കൊണ്ട് തോളത്തെടുത്താണ് കേട്ടോ. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പേടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും അല്ല. ഇത് പെട്ടെന്ന് നമ്മുടെ മേത്തോട്ട് വീഴുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിക്കാറുണ്ട്. ഇത് ഓരോരുത്തരുടെയും മേത്തിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എടുത്തെറിഞ്ഞ് പേടിപ്പിക്കലായിരുന്നു ഇത്തവണത്തെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെന്താണ്, കുറേ നാൾക്ക് ശേഷമല്ലേ കാണുന്നത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നു, ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഇപ്പം സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അങ്ങനത്തെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു എന്ന് വേണ്ട അടിപൊളി വിഭവസമൃദ്ധമായ ഒരു ഡിന്നർ തന്നെയായിരുന്നു. പിന്നെ അപ്പച്ചിയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് എടുത്ത ഈ ഒരു കട്ടൻ ചായ. ഇത് എത്ര ഗ്ലാസ് കുടിച്ചെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം കേട്ടോ ഈ ഒരു കട്ടൻ ചായ. പണ്ട് മുതൽ ഞാൻ അപ്പച്ചിയുടെ ഒരു കട്ടൻ ചായയുടെ ഫാനാണ്. നമ്മുടെ കുഞ്ഞിലേക്ക് ശരിക്കും പറഞ്ഞാൽ പാൽ ചായയൊക്കെ വളരെ കുറവാണ്. അന്നൊക്കെ എപ്പോൾ വന്നാലും കട്ടൻ ചായ സ്ഥിരമായിട്ട് അപ്പച്ചി ഉണ്ടാക്കി തരാറുണ്ട്. അന്ന് എപ്പോഴോ ഫാനായി പോയതാണ്. പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു ഒത്തുകൂടൽ. എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന സമയം പോയതുപോലും അറിഞ്ഞില്ല. അപ്പോൾ അത്രയുള്ള കേസ് എല്ലാവർക്കും